Hi all, welcome to Jailan Cooperative Banking. ഞാൻ വിഷ്ണു പുഷ്പരാജ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന നമ്മുടെ ഒക്ടോബർ 12 നടത്തിയ CSEB ജൂനിയർ ക്ലർക്ക് ഓർ ക്യാഷർ ഏതാണ് സൂപ്പർ ഗ്രേഡ് ബാങ്കിലേക്ക് അല്ലേ. അപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കോപ്പറേറ്റീവ് ലോ ആണ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിനെ പറയാം, വളരെ സിമ്പിൾ ആയിരുന്നു പരീക്ഷ. എസ്പെഷ്യലി കോപ്പറേറ്റീവ് ലോ വളരെ സിമ്പിൾ ആയിരുന്നു. എല്ലാം ഡയറക്റ്റ് ക്വസ്റ്റ്യൻസുകൾ തന്നെയാണ് വന്നത്. വളരെ ഡയറക്റ്റ് ആയിട്ട് വളരെ ഒന്ന് വായിച്ച് മനസ്സിലാക്കിയാൽ എഴുതാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസുകളായിരുന്നു പൊതുവെ. പിന്നെ ബാങ്കിങ് ഒക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ കുട്ടികൾ റിവ്യൂസ് നമ്മൾ ചോദിക്കുമ്പോൾ സമയം കിട്ടിയില്ല എന്ന് പറയുന്നു, അത്യാവശ്യം ടഫായിരുന്നു എന്ന് പറയുന്നു. പക്ഷെ സിലബസിനോട് 100% നീതി പുലർത്തിയ പരീക്ഷയാണ്. പക്ക സിലബസ് പ്രകാരം തന്നെയാണ് നമുക്ക് ഈ ഒരു പരീക്ഷ നടത്തിയിട്ടുള്ളത്. അപ്പൊ നമുക്ക് നോക്കാം അല്ലെ, ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. കോപ്പറേറ്റീവ് ലോയുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു, Section 70A of the KCS Act specified about. അപ്പോൾ KCS ആക്ടിലെ സെക്ഷൻ 70A എന്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്നു? ഓപ്ഷൻ എയിൽ പറയുന്ന കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ, ഓപ്ഷൻ ബിയിൽ പറയുന്ന കോപ്പറേറ്റീവ് റിസ്ക് ഫണ്ട് സ്കീം, ഓപ്ഷൻ സിയിൽ പറയുന്ന കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോടതി, ഓപ്ഷൻ ഡിയിൽ പറയുന്ന കൺസോർഷ്യം. അപ്പൊ സെക്ഷൻ 70A എന്തിനെ കുറിച്ചാണ് പറയുന്നത്? കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോടതികളെ കുറിച്ചാണ്. കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോടതിയാണ് എന്ന് പറയുന്നത് സെക്ഷൻ 70A കുറിച്ച് പറയുന്നത്. അപ്പം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട സെക്ഷൻ 69 മനസ്സിലാക്കണം. സെക്ഷൻ 69 നമ്മൾ ആദ്യം മനസ്സിലാക്കണം. സെക്ഷൻ 69 പറഞ്ഞ എന്താണ്? ഡിസ്പ്യൂട്ട്സിനെ കുറിച്ചാണ് അല്ലെ. എന്താണ് ഡിസ്പ്യൂട്ട്? ഡിസ്പ്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം നോക്കാം? തർക്കങ്ങൾ എന്ന് പറയാം. ഡിസ്പ്യൂട്ട് എന്ന് പറയാൻ തർക്കങ്ങൾ. അപ്പം ഒരു സഹകരണ സംഘത്തിലെ പല രീതിയിലുള്ള തർക്കങ്ങൾ കാണാം. ഡിസ്പ്യൂട്ടുകൾ എന്ന് പറഞ്ഞാൽ പൊതുവെ നമ്മൾ ഡിസ്പ്യൂട്ടിനെ രണ്ടായിട്ട് തരംതിരിക്കാം. മോണിറ്ററി ഡിസ്പ്യൂട്ട് എന്നും നോൺ മോണിറ്ററി ഡിസ്പ്യൂട്ടും. ഓർത്ത് വെച്ചേക്കുക. എങ്ങനെയൊക്കെ തരംതിരിക്കാം? ഓർത്ത് നോക്കാം. മോണിറ്ററി ഡിസ്പ്യൂട്ട് അതോടൊപ്പം തന്നെ എന്താണ് നോൺ മോണിറ്ററി ഡിസ്പ്യൂട്ട് എന്നും തരംതിരിക്കാം. രണ്ടായിട്ട് തർക്കങ്ങളെ നമ്മൾ തരംതിരിക്കുന്നു. അപ്പം മനസ്സിലാക്കണം, മോണിറ്ററി ഡിസ്പ്യൂട്ട് ആണെങ്കിൽ, ധനപരമായ തർക്കങ്ങളാണെങ്കിൽ നമ്മൾ കേസും കൊണ്ട് പോകുന്നത് RCSന്റെ മുൻപാകെയാണ് എന്ന് ഓർത്ത് വെച്ചേക്കുക കേട്ടോ. മോണിറ്ററി ഡിസ്പ്യൂട്ട് ധനപരമായ തർക്കങ്ങളാണെങ്കിൽ രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിന്റെ മുൻപാകെയാണ് കേസ് ഫയൽ ചെയ്യുക. ഇനി നോൺ മോണിറ്ററി ഡിസ്പ്യൂട്ടുകളാണെങ്കിൽ ആരുടെ മുൻപാകെയാണ്? ആർബിട്രേഷൻ കോടതി, കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോടതിയുടെ മുൻപാകെയാണ് നോൺ മോണിറ്ററി ഡിസ്പ്യൂട്ടുകൾ ഫയൽ ചെയ്യുക. നമ്മൾ പറയാം, ഡിസ്പ്യൂട്ടുകൾ രണ്ട് തരമുണ്ട്. മോണിറ്ററി ഉണ്ട്, നോൺ മോണിറ്ററി ഉണ്ട്. മോണിറ്ററി ആണെങ്കിൽ RCSന്റെ മുൻപാകെയും, നോൺ മോണിറ്ററി ആണെങ്കിൽ കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോടതിയുടെ മുൻപാകെയാണ് നമ്മൾ ഫയൽ ചെയ്യുന്നത്. ഇനി ഇവിടെ നമുക്ക് വിശേഷപ്പെട്ടായിട്ട് പഠിക്കേണ്ട കാര്യം, ഒരു മോണിറ്ററി ഡിസ്പ്യൂട്ട് ആണെങ്കിൽ അതിന്റെ സമയപരിധി, ഒരു ടൈം ലിമിറ്റ് ഉണ്ട് അല്ലെ. മോണിറ്ററി ഡിസ്പ്യൂട്ടിന് ഒരു ടൈം ലിമിറ്റ് ഉണ്ട്. അപ്പൊ ടൈം ലിമിറ്റ് എത്ര വർഷമാണെന്ന് ചോദിച്ചാൽ ഓർത്തുക 3 ഇയർ കേട്ടോ. വിതിൻ 3 ഇയർ. ഇതിനെ കുറിച്ച് പറയുന്നത്, ഈ മോണിറ്ററി ഡിസ്പ്യൂട്ടിന്റെ ടൈം ലിമിറ്റിനെ കുറിച്ച് പറയുന്നത് എവിടെയാണ് മക്കളെ? ആ ഷെഡ്യൂൾ 3 കേട്ടോ. എവിടെയാണ് മക്കളെ? ഷെഡ്യൂൾ 3 പറയുന്നത് എന്ന് ഓർത്ത് വെച്ചേക്കുക. ഷെഡ്യൂൾ 3 ടൈം ലിമിറ്റ്, സമയപരിധി. അത് ഓർത്ത് വെക്കുക. ഷെഡ്യൂൾ 3 എല്ലാ മോണിറ്ററി ഡിസ്പ്യൂട്ടുകൾക്കും ആ 3 വർഷം തന്നെയാണെന്ന് ഓർത്ത് വെച്ചേക്കുക. ഇനി അവിടെ പഠിക്കാനുണ്ട്, ഒരു ഇലക്ഷൻ ഡിസ്പ്യൂട്ട് ആണെങ്കിൽ എത്ര നാളുകൾക്കാകുമാട്ടെ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട തർക്കങ്ങൾ എന്നു പറയാം. ഇറ്റ് ഇസ് എ നോൺ മോണിറ്ററി ഡിസ്പ്യൂട്ട് അല്ലെ. ഇലക്ഷൻ ഡിസ്പ്യൂട്ട് എന്ന് പറഞ്ഞാൽ അതൊരു നോൺ മോണിറ്ററി ഡിസ്പ്യൂട്ട് ആണ്. അപ്പൊ ഈ ഇലക്ഷൻ ഡിസ്പ്യൂട്ട് നോൺ മോണിറ്ററി ആണെങ്കിൽ അത് ഫയൽ ചെയ്യേണ്ടത് കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോടതിയുടെ മുൻപാകെയാണ്. സംശയമില്ല, കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോടതിയുടെ മുൻപാകെയാണ് ഇത് എന്ന് പറയുക ഇലക്ഷൻ ഡിസ്പ്യൂട്ട്. അവിടെ ഒരു സമയപരിധിയുണ്ട്. ഇലക്ഷന്റെ ഡേറ്റിന്റെ അന്ന് മുതൽ വിതിൻ 1 month ഫ്രം ദ ഡേറ്റ് ഓഫ് എലക്ഷൻ എന്ന് ഓർത്ത് വെച്ചേക്കുക. ഓർത്ത് വെച്ചേക്കുക മക്കളെ. വിതിൻ 1 month ഫ്രം ദ ഡേറ്റ് ഓഫ് ഇലക്ഷൻ. ഇലക്ഷന്റെ അന്ന് മുതൽ ഓർത്ത് വെക്കുക 1 മാസത്തിനകമായിട്ട് എന്ത് ചെയ്യണം? കേസ് ഫയൽ ചെയ്തിരിക്കണം. ക്ലിയർ ആണല്ലോ. അപ്പം 69 പ്രകാരം നമ്മൾ ഒരു കേസ് ഫയൽ ചെയ്താൽ അതിന്മേലുള്ള അവാർഡ് പ്രഖ്യാപിക്കുന്നത് അല്ലെങ്കിൽ അതിന്മേലുള്ള വിധി പ്രഖ്യാപിക്കുന്നത് വകുപ്പ് സെക്ഷൻ 70 പ്രകാരമായിരിക്കും. സെക്ഷൻ 70 പ്രകാരമായിരിക്കും വിധി പ്രഖ്യാപിക്കുക അല്ലെങ്കിൽ അവാർഡ് പ്രഖ്യാപിക്കുന്നത്. അപ്പൊ കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോടതി ആയിക്കോട്ടെ, അല്ലെങ്കിലോ രജിസ്ട്രാർ ആയിക്കോട്ടെ, മോണിറ്ററി ആണെങ്കിൽ രജിസ്ട്രാർ, നോൺ മോണിറ്ററി ആണെങ്കിൽ കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോടതി, എന്തുമായിക്കോട്ടെ, എത്ര നാളുകൾക്കായിട്ട് വിധി പ്രഖ്യാപിക്കണം? വിതിൻ 1 ഇയർ കേട്ടോ. ഓർക്കണം മക്കളെ, വിതിൻ 1 ഇയർ, 1 വർഷത്തിനകമായിട്ട്
നമ്മൾ എന്ത് ചെയ്തിരിക്കണം? വിധി പ്രഖ്യാപിക്കണം. വിതിൻ 1 year, ഒരു വർഷത്തിനകമായിട്ട് വിധി പ്രഖ്യാപിക്കണമെന്ന് ഓർത്ത് വെച്ചേക്കുക. വിതിൻ 1 year, വിതിൻ 1 year, ഒരു വർഷത്തിനകമായിട്ട് വിധി പ്രഖ്യാപിക്കണമെന്ന് ഓർത്ത് വെച്ചേക്കുക. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ഇനി പറയാണ് സെക്ഷൻ 70A കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോടതിയെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോടതിയിൽ ആവശ്യമുള്ളിടത്തോളം കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോടതിയെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് ഗവൺമെന്റ് ആണെന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, ക്ലിയർ അല്ലേ? നിങ്ങൾ ചോദിച്ചോട്ടെ, കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോടതിയോ അല്ലെങ്കിൽ രജിസ്ട്രാറോ ഒരു വിധി പ്രഖ്യാപിച്ചാൽ, മനസ്സിലാക്കുക, കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോടതിയോ അല്ലെങ്കിൽ രജിസ്ട്രാറോ ഒരു വിധി പ്രഖ്യാപിച്ചാൽ, സെക്ഷൻ 70 പ്രകാരം ഒരു വിധി പ്രഖ്യാപിച്ചാൽ ആ വിധിക്കെതിരെ നമുക്ക് എന്തെങ്കിലും ഫർദർ അപ്പീലിന് പോകാൻ പറ്റുമോ? മനസ്സിലാക്കണം. അതായത് കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോടതിയോ അല്ലെങ്കിൽ രജിസ്ട്രാറോ സെക്ഷൻ 70 പ്രകാരം ഒരു വിധി പ്രഖ്യാപിക്കുകയാണ്, ഒരു അവാർഡ് അല്ലെ, ഒരു വിധി പ്രഖ്യാപിച്ചാൽ അതിനെതിരെ നമുക്ക് സെക്ഷൻ 82 പ്രകാരം ട്രിബ്യൂണലിന്റെ മുൻപാകെ എന്തിനു പോകാം? അപ്പീലിന് പോകാമെന്ന് ഓർത്ത് വെച്ചേക്കുക. 82 പ്രകാരം ട്രിബ്യൂണലിന്റെ മുൻപാകെ നമുക്ക് അപ്പീലിന് പോകാമെന്ന് ഓർത്ത് വെച്ചേക്കുക. ഇനിയും ഉണ്ട് കേട്ടോ, പറയാനാണെങ്കിൽ ഒത്തിരി ഉണ്ട്. പക്ഷെ ഇത്തരം കാര്യങ്ങളെങ്കിലും ഈ ഒരു ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട് നിങ്ങൾ മനസ്സിലാക്കി വെച്ചേക്കുക. ഓക്കെ, ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, if the committee of a cooperative society does not co-opt a person within dash from the date on which the committee constituted, dash shall have the power to make nomination as specified in section 28(1)(g) of the KCS Act 1969. എന്താ അർത്ഥമാക്കുക? കോപ്റ്റഡ് മെമ്പേഴ്സിനെ കുറിച്ചാണ്. പുതിയ അമെന്റ്മെന്റ് ഒക്കെ പ്രകാരം നമ്മൾ പഠിക്കുന്നുണ്ട്. സെക്ഷൻ 28 എന്തിനെ കുറിച്ച് പറയുന്നു? കമ്മിറ്റിയെ കുറിച്ച് പറയുന്നു അല്ലെ. കമ്മിറ്റി ഒരു സംഘത്തിന്റെ ഡേ ടു ഡേ കാര്യങ്ങൾ അല്ലെങ്കിൽ ഭരണസമിതി എന്ന് പറയുന്നതാണ് കമ്മിറ്റി. കമ്മിറ്റി അപ്പോയിന്റ് ചെയ്യുന്ന ആരാണ്? കമ്മിറ്റി അപ്പോയിന്റ് ചെയ്യുന്ന അല്ലെങ്കിൽ കമ്മിറ്റിയെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ആരാണ്? ദ ജനറൽ ബോഡി ഓഫ് എ സൊസൈറ്റി ഷാൾ കോൺസ്റ്റിറ്റ്യൂട്ട് എ കമ്മിറ്റി. കേട്ടോ, സംഘത്തിന്റെ പൊതുയോഗമാണ് ഒരു കമ്മിറ്റിയെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ഒരു കമ്മിറ്റിയുടെ കാലാവധി എന്ന് പറഞ്ഞാൽ 5 years ഫ്രം ദ ഡേറ്റ് ഓഫ് ഇലക്ഷൻ. ഇലക്ഷന്റെ അന്ന് മുതൽ 5 വർഷത്തേക്കായിരിക്കും ഒരു കമ്മിറ്റിയുടെ കാലാവധി. ഒരു പ്രൈമറി സംഘമാണെങ്കിൽ കമ്മിറ്റിയിൽ 7 മുതൽ 15 വരെയും, ഒരു അതർ സൊസൈറ്റീസ് ആണെങ്കിൽ 7 മുതൽ 21 വരെയായിരിക്കും കമ്മിറ്റിയുടെ സ്ട്രെങ്ത് എന്ന് ഓർത്ത് വെച്ചേക്കുക. അതിലെ 3 സീറ്റ് ആർക്കാണ്? വനിതകൾക്കാണ്. അതിൽ ആ 3-ൽ 1 എന്ന് പറയാൻ 40 തികയാത്ത വനിതയായിരിക്കണം. പുതിയ അമെന്റ്മെന്റ് പ്രകാരം വന്നതാണ്. അതോടൊപ്പം തന്നെ ഇപ്പൊ അർബന്റെ ആണെങ്കിലും അതല്ലെങ്കിൽ വായ്പാ സംഘങ്ങളൊക്കെ ആണെങ്കിൽ അവിടെ ഒരു സീറ്റ് നിക്ഷേപ മണ്ഡലമാണ്. ദാറ്റ് മീൻസ് 25,000 രൂപയോ അതിൽ കൂടുതലോ നിക്ഷേപമുള്ളവർക്ക് വേണ്ടി അവിടെ ഒരു സീറ്റ് ഉണ്ട്, ഒരു നിക്ഷേപ മണ്ഡലം എന്ന് ഓർത്ത് വെച്ചേക്കുക. SC STക്ക് ഒരു സീറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. പിന്നെ 40 വയസ്സ് തികയാത്ത ഒരു പുരുഷൻ അല്ലെ, അത് ജനറൽ മണ്ഡലത്തിൽ നിന്നാണെന്നും ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഇവിടെ പറയുകയാണ്, ഒരു കമ്മിറ്റി ചാർജ് ഇഫ് ദ കമ്മിറ്റി ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഡസ് നോട്ട് കോപ്പറേറ്റ് person within dash from the date on which the committee constituted. ഒരു കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് 6 മാസത്തിനകമായിട്ട് എന്ത് ചെയ്യണം? ഫ്രം ദ ഡേറ്റ് ഓൺ വിച്ച് ദ കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട്. ഒരു കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് 6 മാസത്തിനകമായിട്ട് കോപ്റ്റ് ചെയ്യണം, പേഴ്സൺസിനെ കോപ്റ്റ് ചെയ്യണം. അതായത് ഈ ബാങ്കിങ് നോളജ് ഒക്കെ ഉള്ള 2 പേരെ അല്ലെ കോപ്റ്റ് ചെയ്യണം എന്നോർത്ത് വെച്ചേക്കുക. കോപ്റ്റ് ചെയ്യണം. ഓക്കെ, അപ്പം അവിടെ പറയുന്നുണ്ട് കോപ്റ്റഡ് മെമ്പേഴ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. ഞാൻ ഇപ്പൊ വിശദമായിട്ട് അതിലേക്ക് അങ്ങ് പോകുന്നില്ല, ജസ്റ്റ് പറഞ്ഞു തരാം. അപ്പം 6 മാസത്തിനകമായിട്ട് എന്ത് ചെയ്യണം? കോപ്റ്റ് ചെയ്യണം. അങ്ങനെ കമ്മിറ്റി കോപ്റ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഗവൺമെന്റോ രജിസ്ട്രാറോ കോപ്റ്റ് ചെയ്യും എന്നോർത്ത് വെച്ചേക്കുക. Question: If the committee of a cooperative society does not co-opt a person within dash from the date on which the committee constituted, within 6 months from the date on which the committee constituted, കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് 6 മാസത്തിനകമായിട്ട് കോപ്റ്റഡ് മെമ്പേഴ്സിനെ കോപ്റ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ പറയുന്നുണ്ട് ഗവൺമെന്റോ അല്ലെങ്കിൽ രജിസ്ട്രാറോ അവിടെ കോപ്റ്റ് ചെയ്യും എന്നോർത്ത് വെച്ചേക്കുക. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? അടുത്തതാണ്, a cooperative society may wind up a subsidiary institution under section 14AA of the Kerala Cooperative Societies Act 1969 by a resolution passed with the dash majority of the general body meeting of a cooperative society. അതായത് ഇപ്പൊ സബ്സിഡിയറി ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെ, സംഘങ്ങൾക്ക് സബ്സിഡിയറി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. അപ്പം ഈ സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻ എങ്ങനെയാണ് വൈൻഡപ്പ് ചെയ്യുക എന്നാണ് ചോദ്യം. അതായത് ഇപ്പോൾ ഒരു സംഘത്തിന് ഒരു സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടെങ്കിൽ അത് വൈൻഡപ്പ് ചെയ്യുന്നത്, ഒരു സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻ എങ്ങനെയാണ് രൂപീകരിക്കുന്നത്, വൈൻഡപ്പ് ചെയ്യുന്നതൊക്കെ എന്താണ്? ആ പൊതുയോഗത്തിൽ റെസൊല്യൂഷൻ പാസ്സാക്കിയാണ്.
ഇവിടെ പറയുന്നുണ്ട് നോക്കിയേ, ഒരു സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷനെ ആർക്ക് വൈൻഡപ്പ് ചെയ്യാം? സംഘത്തിന്റെ ജനറൽ ബോഡി അല്ലെങ്കിൽ സംഘത്തിന്റെ പൊതുയോഗത്തിന് ഒരു സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, വൈൻഡപ്പും ചെയ്യാം അല്ലെ. ഇപ്പൊ ഓർത്ത് വെച്ചാൽ സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷനെ ആരാണ്? ആ ജനറൽ ബോഡിയാണ് എന്ത് ചെയ്യുക? ജനറൽ ബോഡിയിൽ ഒരു പ്രമേയം, ഒരു റെസല്യൂഷൻ അല്ലെങ്കിൽ പ്രമേയം കേട്ടോ, ആ ഒരു പ്രമേയം പാസ്സാക്കിക്കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? വൈൻഡപ്പ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ അതല്ല, അത് എത്ര മജോറിറ്റിയിൽ വേണം ആ ഒരു പ്രമേയം, എത്ര ഭൂരിപക്ഷത്തിൽ വേണം ആ ഒരു പ്രമേയം പാസ്സാക്കാൻ എന്നോർത്ത് വെച്ചേക്കുക. ക്ലിയർ ആകുന്നുണ്ടോ? A cooperative society may winding up a subsidiary institution under section 14AA of the Kerala Cooperative Societies Act 1969 by a resolution passed with the dash majority of the general body meeting. അപ്പോൾ ജനറൽ ബോഡി മീറ്റിംഗിന്റെ എത്രത്തോളം മജോറിറ്റിയാണ് അവിടെ ആവശ്യമുള്ളത് എന്നോർത്ത് വെച്ചേക്കുക. എത്രയാണ്? ഓപ്ഷൻ എയിൽ പറഞ്ഞ 2/3, ഓപ്ഷൻ ബിയിൽ പറഞ്ഞു അതൊന്നും വേണ്ട, വെറും സിമ്പിൾ മജോറിറ്റി മതി അല്ലെ. ഓപ്ഷൻ സിയിൽ പറഞ്ഞു 50%, ഓപ്ഷൻ ഡിയിൽ പറഞ്ഞു ജസ്റ്റ് അബൌട്ട് 25% ഓഫ് ദ മെമ്പേഴ്സ് പ്രസന്റ് ഇൻ ദ മീറ്റിംഗ്. ഓർത്ത് വെച്ചേക്കുക, സിമ്പിൾ മജോറിറ്റി കേട്ടോ മക്കളെ. എന്താണ് ആ സിമ്പിൾ മജോറിറ്റി മതി എന്ന് ഓർത്ത് വെച്ചേക്കുക. സിമ്പിൾ മജോറിറ്റിയിൽ എന്ത് ചെയ്താൽ മതി? റെസല്യൂഷൻ പാസ്സാക്കുകയാണെങ്കിൽ ആ സംഘത്തിന് അതിന്റെ പൊതുയോഗത്തിൽ റെസല്യൂഷൻ പാസ്സാക്കി കഴിഞ്ഞാൽ സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷനെ വൈൻഡപ്പ് ചെയ്യാം. ഇനി അടുത്താണ് ആനുവൽ പെർഫോമൻസ് ഓഡിറ്റ് ഓഫ് മിൽമ ആൻഡ് RCMBU ഷാൾ ബി സ്പെസിഫൈഡ് ഇൻ ഡാഷ് ഓഫ് ദി KCS റൂൾസ് അല്ലെ. KCS റൂൾസിലെ 170A ആണെന്ന് ഓർത്ത് വെച്ചേക്കുക. അതായത് ആനുവൽ പെർഫോമൻസ് ഓഡിറ്റ് ഓഫ് മിൽമ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡയറി സൊസൈറ്റീസ് അപ്പെക്സ് ലെവലിൽ വരുന്ന, കേരളത്തിൽ അപ്പെക്സ് വരുന്നതാണ് മിൽമ. പിന്നെ അതിന്റെ മിഡിൽ ലെവലിൽ വരുന്നതാണ് RCMPU അല്ലെങ്കിൽ റീജിയണൽ കോപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ കേട്ടോ. ഇനി അടുത്താണ് സെക്ഷൻ 59A ഓഫ് ദ KCS ആക്ട് 1969 ഡീൽസ് വിത്ത് ഓപ്ഷൻ എ വാല്യുവേഷൻ ഓഫ് പ്രോപ്പർട്ടി, ഓപ്ഷൻ ബി പർച്ചേസ് ഓഫ് മൂവബിൾ ഓർ ഇമൂവബിൾ പ്രോപ്പർട്ടി ബൈ സൊസൈറ്റി. അടുത്താണ് ഓപ്ഷൻ സി പറഞ്ഞു മാനർ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഓഫ് ഫണ്ട്, ഓപ്ഷൻ ഡി പറഞ്ഞു റെസ്ട്രിക്ഷൻ ഓൺ ലോൺസ്. ഏതാണ് അർത്ഥമാക്കുക? വാല്യുവേഷന്റെ കാര്യം നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, വാല്യുവേഷൻ ഓഫ് പ്രോപ്പർട്ടി ആണ്. ഓക്കെ, ക്ലിയർ അല്ലേ? സെക്ഷൻ 59A ഓഫ് ദ KCS ആക്ട് 1969 നമ്മൾ പഠിക്കണം. ഓക്കെ, അപ്പം ഇവിടെ വാല്യുവേഷൻ ഓഫ് പ്രോപ്പർട്ടി ആണ് വരിക എന്ന് ഓർത്ത് വെച്ചേക്കുക. ഇപ്പൊ സെക്ഷൻ 59A ഓർത്ത് വെച്ചേക്കുക. ഏതാ ആൻസർ വരിക? വാല്യുവേഷൻ ഓഫ് പ്രോപ്പർട്ടി ആണ് അല്ലെ. വാല്യുവേഷൻ ഓഫ് പ്രോപ്പർട്ടിയുടെ വാല്യുവേഷനെ കുറിച്ചാണ് സെക്ഷൻ 59A പറയുന്നത്, വാല്യുവേഷൻ ഓഫ് പ്രോപ്പർട്ടി. അപ്പൊ ഇവിടെ വാല്യുവേഷൻ ഓഫ് പ്രോപ്പർട്ടി നമ്മൾ മനസ്സിലാക്കണം, അവിടെ ഒരു മാനദണ്ഡം പറയുന്നുണ്ട്. പ്രോപ്പർട്ടി വാല്യുവേഷൻ ഒരു മാനദണ്ഡം 10 lakhs എന്ന് പറയുന്ന ഒരു മാനദണ്ഡം പറയുന്നുണ്ട് എന്നോർത്ത് വെച്ചേക്കുക. 10 lakhs. അതായത് ഇപ്പം ഒരാള്, ഒരു കസ്റ്റമർ അല്ലെങ്കിൽ ഒരു മെമ്പർ ഒരു ലോൺ അപ്ലൈ ചെയ്യുന്നു. അപ്പൊ നമ്മൾ ആദ്യം മനസ്സിലാക്കണം ആ ലോൺ എത്ര രൂപയ്ക്കാണെന്ന് ഓർക്കണം. അപ്പൊ ആ ലോണ് 10 ലക്ഷത്തിൽ കുറവാണെങ്കിൽ ഓർത്ത് വെച്ചേക്കുക, 10 ലക്ഷത്തിൽ കുറവുള്ള ലോൺ ആണെങ്കിൽ അപ്പൊ ആ ലോണിന് നമുക്ക് ഈട് തരുമല്ലോ, സെക്യൂരിറ്റി ഉണ്ട്. ആ സെക്യൂരിറ്റി നമ്മൾ പോയി അതിന് വില ഇടണം, വാല്യുവേറ്റ് ചെയ്യണം. അപ്പൊ 10 ലക്ഷത്തിൽ കുറവുള്ള ലോൺ ആണെങ്കിൽ ആരാണ് വാല്യുവേഷന് പോകുന്നത്? സംഘത്തിലെ ഏതെങ്കിലും ജീവനക്കാർ അല്ലെങ്കിൽ ഓഫീസേഴ്സ് പോയാൽ മതി. ക്ലിയർ ആക്കുക, 10 ലക്ഷത്തിൽ കുറവാണെങ്കിൽ. എന്നാൽ ലോൺ എമൗണ്ട് 10 ലക്ഷത്തിൽ കൂടുതലാണെങ്കിൽ ഓർത്ത് വെച്ചേക്കുക, ലോൺ എമൗണ്ട് 10 lakh അല്ലെ, 10 ലക്ഷത്തിൽ കൂടുതലാണ് ലോൺ എമൗണ്ട് എങ്കിൽ അവിടെ 5 പേരടങ്ങുന്ന ഒരു പാനൽ വേണം എന്ത് ചെയ്യാൻ? വാല്യുവേഷന് പോകാൻ. ഓക്കെ, 5 പേരടങ്ങുന്ന ഒരു പാനൽ. ആ 5 പേരിലെ 2 പേര് സംഘത്തിന്റെ ജീവനക്കാരായിരിക്കും കേട്ടോ. 5 പേരിലെ 2 പേര് സംഘത്തിലെ ജീവനക്കാരാണ്. പിന്നെ ഓർത്ത് വെച്ചേക്കുക, 2 പേര് സംഘത്തിന്റെ കമ്മിറ്റിക്കാരാണ്. പിന്നെ ഒരാള് ഒരു ഇൻഡിപെൻഡന്റ് വാല്യുവേറ്റർ ആണ്. ഓർത്ത് വെച്ചേക്കുക, ഇഫ് ദ ലോൺ എമൗണ്ട് എക്സീഡ് rupees 10 lakhs, 10 ലക്ഷത്തിൽ കൂടുതലാണ് ലോൺ എമൗണ്ട് എങ്കിൽ അവിടുത്തെ ആ ഒരു പാനൽ, ആ പാനലിൽ എത്ര പേരുണ്ട്? 5 പേരുണ്ട്. കമ്മിറ്റിയാണ് അപ്പോയിന്റ് ചെയ്യുക. അതിൽ 2 ജീവനക്കാർ വരും. ആ 2 ജീവനക്കാരിൽ ഒരാൾ സംഘത്തിന്റെ സെക്രട്ടറിയും മറ്റേ വ്യക്തി എന്ന് പറഞ്ഞാൽ സൂപ്പർവൈസറി കേഡറിൽ വരുന്ന ആരെങ്കിലും ആയിരിക്കണം, മാനേജറോ അസിസ്റ്റന്റ് സെക്രട്ടറിയോ തുടങ്ങിയ രീതിയിൽ. അപ്പം 2 പേരിൽ ഒരാൾ സംഘത്തിന്റെ സെക്രട്ടറിയാണ്, ബാക്കി വരുന്ന ഒരാൾ എന്ന് പറയുന്നത് ആരാണ്? സംഘത്തിന്റെ സൂപ്പർവൈസറി കേഡറിലുള്ള വ്യക്തിയായിരിക്കണം. അപ്പൊ 2 പേരായല്ലോ. 2 കമ്മിറ്റിക്കാർ, സംഘത്തിന്റെ 2 കമ്മിറ്റിക്കാർ കാണും. പിന്നെ ഒരു ഇൻഡിപെൻഡന്റ് വാല്യുവേറ്റർ കാണും. ഇവര് പോയി ആ സ്ഥലത്തിനൊരു വിലയിടണം, എല്ലാ കാര്യങ്ങളും നോക്കി ഒരു വിലയിടണം. അതിന്റെ 50% കൂടാനും പാടില്ല ലോൺ എമൗണ്ട്. ഓക്കെ, അപ്പൊ അതായത് ഇപ്പൊ ഇവര് പോയിട്ട് സ്ഥലത്തിന് ഒരു 18 ലക്ഷം രൂപയാണ് വാല്യൂ ഇട്ടതെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന മാക്സിമം തുക എന്ന് പറഞ്ഞാൽ 9 ലക്ഷമാണ്. ക്ലിയർ ആകുന്നുണ്ടോ? 10 ലക്ഷം രൂപ ലോൺ വേണമെന്നുണ്ടെങ്കിൽ മിനിമം 20 ലക്ഷമെങ്കിലും വാല്യുവേഷനുള്ള പ്രോപ്പർട്ടി ആയിരിക്കണം എന്ന് ഓർത്ത് വെച്ചേക്കും. ക്ലിയർ ആയോ? ക്ലിയർ ആകുന്നുണ്ടോ?
ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? എന്താ ഞാൻ പറഞ്ഞത്? 10 ലക്ഷത്തിൽ കുറവാണെങ്കിൽ സംഘത്തിന്റെ ഓഫീസേഴ്സ് മതി കമ്മിറ്റി അപ്പോയിന്റ് ചെയ്യുന്നത്. 10ൽ കൂടുതലാണെങ്കിൽ ഓർത്ത് വെച്ച് 5 പേരടങ്ങുന്ന ഒരു പാനല്, അതിലെ 2 പേര് സംഘത്തിലെ ജീവനക്കാര്, ആ 2ൽ ഒരാളെന്ന് പറയുന്നത് സംഘത്തിന്റെ സെക്രട്ടറി, മറ്റൊരു സൂപ്പർവൈസറി കാഡർ ഓഫീസർ ആയിരിക്കും. ഓക്കെ, 2 പേര് കമ്മിറ്റിക്കാരും ഒരാൾ ഇൻഡിപെൻഡന്റ് വാലുവേറ്ററും. ഓക്കെ, ഇനി 52ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. ഡാഷ് മേ ബി ജനറൽ ഓർ സ്പെഷ്യൽ ഓർഡർ പെർമിറ്റ് എനി സൊസൈറ്റി ടു യൂട്ടിലൈസ് ഇറ്റ്സ് റിസർവ് ഫണ്ട് either in full or in part in the business of such society. നമുക്കറിയാം, സാധാരണ രീതിയിൽ നമ്മുടെ സംഘത്തിന്റെ റിസർവ് ഫണ്ട് അല്ലെങ്കിൽ കരുതൽ ധനം ഒരു കാരണവശാലും നമുക്ക് നമ്മുടെ സംഘത്തിന്റെ ബിസിനസ് ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഓക്കെ, എന്താണ് പറയുന്നത്? നമ്മുടെ കരുതൽ ധനം കേട്ടോ, നമ്മുടെ കരുതൽ ധനം ജനറൽ, നമ്മുടെ റിസർവ് എന്ന് പറയും. നമ്മൾ എന്താ പറയാ, നമുക്ക് അറിയാൻ പറ്റാത്ത അൺനോൺ ലോസസ് എന്തെങ്കിലും വരികയാണെങ്കിൽ എടുത്ത് ഉപയോഗിക്കാൻ വേണ്ടിയാണ് റിസർവ് ഫണ്ട് നമ്മൾ കീപ്പ് ചെയ്യുന്നത്. ഇവിടെ പറയുന്നുണ്ട്, ഒരു കാരണവശാലും നമ്മൾ റിസർവ് ഫണ്ട് സംഘത്തിന്റെ ബിസിനസ് ഉപയോഗിക്കാൻ പാടില്ല. എന്നാൽ പറയുന്നുണ്ട്, നോക്കിയേ, ഒരു പെർമിഷൻ മേടിച്ചതോടി, അതായത് ഗവൺമെന്റിന്റെ പെർമിഷൻ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ റിസർവ് ഫണ്ട് പൂർണ്ണമായിട്ടോ അല്ലെങ്കിൽ ഇത്ര പാർട്ടോ ഉപയോഗിക്കാം. ഒരു സംഘത്തിന്റെ റിസർവ് ഫണ്ടിന്റെ 50% വരെ ഉപയോഗിക്കാൻ ഗവൺമെന്റിന്റെ പെർമിഷൻ വേണ്ട. 50% വരെ നമുക്ക് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ RCSന്റെ പെർമിഷൻ മതി. 50% വരെ ഉപയോഗിക്കാൻ RCSും, ഇനി കംപ്ലീറ്റ് ആയിട്ട് ഉപയോഗിക്കണമെങ്കിൽ 50% കൂടുതൽ ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ ഗവൺമെന്റിന്റെ പെർമിഷനും വേണം എന്നോർത്ത് വെച്ചേക്ക്. ഓക്കെ, ഞാൻ പറയുന്നുണ്ട്, the report of the inspection conducted by the registrar in a cooperative society shall be communicated to the concerned society within dash from the date of such inspection. Option A 15 ദിവസം, ഓപ്ഷൻ B 30 days, ഓപ്ഷൻ C 1 month, ഓപ്ഷൻ D 2 മാസം. എന്താ പറയുക? ഇപ്പൊ രജിസ്ട്രാർ അനുമതി, രജിസ്ട്രാർ എന്താ പറയാ, ഓതറൈസ് ചെയ്തിട്ടുള്ള, അധികാരപ്പെടുത്തിയ ടീം ഓഫ് സ്പെഷ്യൽ ടീം അല്ലെ, അതായത് ഇപ്പൊ ഒരു സംഘത്തിലെ ഒരു വ്യക്തിയോ ഒന്നിൽ കൂടുതൽ വ്യക്തികളോ അല്ലെങ്കിൽ ടീമോ ഒന്ന് എന്താ പറയാ ഒരു ഇൻസ്പെക്ഷൻ നടത്തുകയാണെങ്കിൽ, സംഘത്തിൽ ഒരു ഇൻസ്പെക്ഷൻ നടത്തുകയാണ്. ഇപ്പൊ രജിസ്ട്രാറിന് ആരെ വേണമെങ്കിലും അധികാരപ്പെടുത്തല്ലോ. രജിസ്ട്രാറിന് സ്വമേധയാ വേണമെങ്കിൽ ഇൻസ്പെക്ഷൻ നടത്താം, അല്ലെങ്കിൽ ഒരു വ്യക്തിയെ കൊണ്ട് ഇൻസ്പെക്ഷൻ നടത്തിപ്പിക്കാം, അല്ലെങ്കിൽ കുറെ അധികം ആൾക്കാരെ കൊണ്ട് ടീം ഓഫ് എന്താ പറയുക ഓഫീസേഴ്സിനെ കൊണ്ടും ഇൻസ്പെക്ഷൻ നടത്തിക്കാം. ഇപ്പൊ ഇവിടെ പറയുകയാണ്, ഇപ്പൊ ഒരു കുറച്ച് പേരേക്ക് ഒരു 2-3 പേര് ഒരു ടീമാണ് കേട്ടോ. നോക്കിയേ, 3 പേര് കൊള്ളാം അല്ലെ, എന്റെ വര അത്ര പോരെങ്കിലും ഒരു 3 പേര് വന്ന് ഒരു സൊസൈറ്റി, ഇതൊരു സൊസൈറ്റിയാണ്, ഒരു സൊസൈറ്റിയിൽ വന്ന് ഇൻസ്പെക്ഷൻ നടത്തി, ബുക്കും എല്ലാ കാര്യങ്ങളും ഇൻസ്പെക്ഷൻ നടത്തി. ഇപ്പൊ ഈ ഇൻസ്പെക്ഷന്റെ റിപ്പോർട്ട് ഉണ്ടല്ലോ, ഇപ്പൊ ഞാൻ ഒരു സംഘത്തിൽ ഇപ്പൊ ഇൻസ്പെക്ഷൻ നടത്തി കഴിഞ്ഞാൽ അതിന്റെ റിപ്പോർട്ട് ആ തനത് സംഘത്തിന് ഇൻസ്പെക്ഷൻ നടത്തി എത്ര ദിവസത്തിനകമായിട്ട് നൽകണം. നോക്കിയേ, the report of the inspection report conducted by special team of officers authorized by the registrar അധികാരപ്പെടുത്തിയ സ്പെഷ്യൽ ടീം ഓഫ് ഓഫീസേഴ്സ് സംഘത്തിൽ നടത്തിയ ആ ഒരു ഇൻസ്പെക്ഷൻ റിപ്പോർട്ട് സംഘത്തിലെ കൺസേൺ സൊസൈറ്റിയിലേക്ക് എന്നാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്. ഓപ്ഷൻ A 15, B 30, C 1 മാസം, ഓപ്ഷൻ D 2 മാസം. ഓർത്ത് വെച്ചേക്കുക, ഇൻസ്പെക്ഷൻ നടത്തി 30 ദിവസത്തിനകമായിട്ട് ഇൻസ്പെക്ഷൻ നടത്തി 30 ദിവസത്തിനകമായിട്ട് ആ തനത് സംഘത്തിന് തന്നെ അല്ലെ, അതായത് ഇവര് ഈ സൊസൈറ്റിക്ക് തന്നെ റിപ്പോർട്ട്, ഇൻസ്പെക്ഷൻ റിപ്പോർട്ട് നൽകണം എന്നോർത്ത് വെച്ചേക്കുക. ക്ലിയർ അല്ലേ? ഇനിയും പറയുന്നുണ്ട്, if any society fails to submit quarterly returns to the registrar in time, the registrar shall have the power to impose fine -rupees based on the classification and the category of society. എന്താണ് അർത്ഥം നോക്കുക? അതായത് നമുക്കറിയാം, ക്രെഡിറ്റ് ആക്ടിവിറ്റീസ് ഒക്കെ ആയി ബന്ധപ്പെട്ട ക്വാർട്ടേർലി റിട്ടേൺസുകൾ സംഘം രജിസ്ട്രാറിന് മുൻപാകെ ഫയൽ ചെയ്യണം അല്ലെ, ക്വാർട്ടേർലി ആ റിട്ടേൺസുകൾ ഫയൽ. നോക്കിയേ, അപ്പം അങ്ങനെ ഏതെങ്കിലും സംഘം ക്രെഡിറ്റ് ആക്ടിവിറ്റീസും ഒക്കെ ബന്ധപ്പെട്ട ക്വാർട്ടേർലി റിട്ടേൺസ് രജിസ്ട്രാറിന്റെ മുൻപാകെ ഫയൽ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ രജിസ്ട്രാറിന് അവരിൽ നിന്നും പിഴ ഈടാക്കാം, ഫൈൻ ഈടാക്കാം. എത്ര രൂപ വരെ, അങ്ങ് മനസ്സിലാക്കണം, എത്ര രൂപ വരെ ഫൈൻ ഈടാക്കാമെന്നാണ് ചോദ്യം. നോക്കിയേ, ഇഫ് എനി സൊസൈറ്റി, ഏതെങ്കിലും ഒരു സംഘം ഫെയിൽസ് ടു സബ്മിറ്റ് ക്വാർട്ടേർലി റിട്ടേൺസ് ടു ദ രജിസ്ട്രാർ ഇൻ സമയം, അതായത് കറക്റ്റ് ടൈമിൽ രജിസ്ട്രാറിന് ക്വാർട്ടേർലി റിട്ടേൺസ് സബ്മിറ്റ് ചെയ്യാൻ ഏതെങ്കിലും ഒരു സംഘം പരാജയപ്പെടുകയാണ്, ഫെയിൽ ആകുകയാണെങ്കിൽ, നോക്കിയേ, ദ രജിസ്ട്രാർ ഷാൽ ഹാവ് ദ പവർ ടു ഇമ്പോസ് ഫൈൻ, അതായത് അവരിൽ നിന്ന് ഒരു പിഴ ഈടാക്കാം, ഫൈൻ ഇമ്പോസ് ചെയ്യാനുള്ള ആ അധികാരമുണ്ട് അല്ലെ. അപ്പൊ പറയുന്നുണ്ട് എത്ര രൂപ വരെയാണ് നമുക്ക് ഫൈൻ ഈടാക്കാൻ പറ്റുന്നത്. ഓപ്ഷൻ എ പറയുന്നു
നോട്ട് ലെസ് ദാൻ 12,000, 12,000 കുറയാത്ത ഒരു തുക ഫൈനായിട്ട് ഈടാക്കാം. ഓപ്ഷൻ ബി പറയുന്നു നോട്ട് എക്സീഡിങ് 10,000, 10,000 അധികരിക്കാത്ത ഒരു തുക ഫൈനായിട്ട് ഈടാക്കാം. ഓപ്ഷൻ സി പറയുന്നു നോട്ട് ലെസ് ദാൻ 6,000, 6,000 കുറയാത്ത ഒരു തുക ഫൈനായിട്ട് ഈടാക്കാം. ഓപ്ഷൻ ഡിയിൽ പറഞ്ഞു നോട്ട് എക്സീഡിങ് 5,000, 5,000 അധികരിക്കാത്ത തുക ഫൈനായിട്ട് ഈടാക്കാം. എത്രയാണ് ആൻസർ വരിക? ആ നോട്ട് എക്സീഡിങ് 10,000 ഓൺ ദി ക്ലാസിഫിക്കേഷൻ ആൻഡ് ദി കാറ്റഗറി ഓഫ് സൊസൈറ്റി. സംഘം ഏത് ക്ലാസ്സിലാണോ വരുന്നത് അല്ലെങ്കിൽ ഏത് കാറ്റഗറി ആണോ വരുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ എന്താ പറയുക, 10,000 അധികരിക്കാത്ത ഒരു തുക എന്തായിട്ട് ഈടാക്കാം? 10,000 അധികരിക്കാത്ത ഒരു തുക അവിടെ ഓർക്കുക ഫൈനായിട്ട് ഈടാക്കാം, പിഴയായിട്ട് ഈടാക്കാം എന്ന് ഓർത്ത് വെച്ചേക്കുക. 10,000 എന്ന് പഠിക്കരുത്, 10,000 അധികരിക്കാത്തൊരു തുക 1,000 ആകാം, 2,000 ആകാം, 3,000 ആകാം, 4,000 ആകാം, 6, 7, 8, 9 എത്രയാകാം, പക്ഷെ 10,000 കൂടാൻ പാടില്ല. നോട്ട് എക്സീഡിങ് 10,000 എന്ന് ഓർത്ത് വെച്ചേക്കുക. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വിച്ച് സെക്ഷൻ ഓഫ് ദ KCS Act 1969 സ്പെസിഫൈഡ് അബൌട്ട് പവർ ഓഫ് രജിസ്ട്രാർ ഓർ ഗവൺമെന്റ് ടു ഡീൽ വിത്ത് ഇറഗുലാരിറ്റി? സംഘത്തിലെ എന്തെങ്കിലും ഇറഗുലാരിറ്റീസ് ഉണ്ടെങ്കിൽ, ഓക്കെ, രജിസ്ട്രാറിനും ഗവൺമെന്റിനും അധികാരമുണ്ട് അല്ലെ, ഡീൽ വിത്ത് എന്തെങ്കിലും ഇറഗുലാരിറ്റീസ് ഉണ്ടെങ്കിൽ അതുമായി ഡീൽ ചെയ്യാൻ നമ്മുടെ രജിസ്ട്രാറിനും ഗവൺമെന്റിനും ഏത് സെക്ഷനാണ് അല്ലെ, ഏത് സെക്ഷൻ പ്രകാരമാണ് ഇറഗുലാരിറ്റീസുമായിട്ട് ഡീൽ ചെയ്യുന്നത്? ഓപ്ഷൻ എയിൽ പറഞ്ഞു സെക്ഷൻ 50A, ഓപ്ഷൻ ബി പറഞ്ഞു സെക്ഷൻ 56A, ഓപ്ഷൻ സിയിൽ പറഞ്ഞു സെക്ഷൻ 68B ആൻഡ് ഓപ്ഷൻ ഡിയിൽ പറഞ്ഞു സെക്ഷൻ 80D. ഏത് ആൻസർ വരിക? സെക്ഷൻ 68B ആണ് കേട്ടോ. സെക്ഷൻ 68B ആണ്. 68A എന്താണ്? 68A വിജിലൻസ് ഓഫീസർ ആണ്. 68A എന്താണ് മക്കളെ? വിജിലൻസ് ഓഫീസർ ആണ് എന്ന് ഓർത്ത് വെച്ചേക്കുക, വിജിലൻസ് ഓഫീസർ. ഇനിയും പറയുന്നുണ്ട്, ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു, നമ്മൾ നേരത്തെ ഡിസ്പ്യൂട്ട് പറഞ്ഞില്ലായിരുന്നു, അപ്പൊ അതുകൊണ്ട് കണക്ട് ചെയ്ത മറ്റൊരു ക്വസ്റ്റൻ ആണ്. ദ കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോടതി കോർട്ട് ഷാൽ പാസ് ആൻ അവാർഡ് വിത്തിൻ ഡാഷ് ഓൺ റെസിപ്റ്റ് ഓഫ് ഡിസ്പ്യൂട്ട് ഇൻ അക്കോർഡൻസ് വിത്ത് ദ പ്രൊവിഷൻ ഓഫ് KCS Act and Rules 1969. അതായത് കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോടതിയുടെ മുൻപാകെ ഒരു കേസ് വന്നിട്ടുണ്ടെങ്കിൽ, റെഫറായി വന്നിട്ടുണ്ടെങ്കിൽ, അതിന്മേൽ ആ കേസ് വന്ന് അല്ലെങ്കിൽ കേസ് ഫയൽ ചെയ്ത് എത്ര നാളുകൾക്കാകുമായിട്ട് കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോടതി അവാർഡ് വിധി പ്രഖ്യാപിക്കണം കേട്ടോ. ദ കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട് ഷാൽ പാസ് ആൻ അവാർഡ് വിത്തിൻ ഡാഷ് ഓൺ റെസിപ്റ്റ് ഓഫ് ഡിസ്പ്യൂട്ട് ഇൻ അക്കോർഡൻസ് വിത്ത് ദ പ്രൊവിഷൻ ഓഫ് ദി KCS Act and Rules. ഓർത്ത് വെച്ചേക്കുക, സെക്ഷൻ 69 പ്രകാരമായിരിക്കും ഡിസ്പ്യൂട്ട് ഫയൽ ചെയ്യുക അല്ലെ. ഡിസ്പ്യൂട്ട് ഫയൽ ചെയ്യുന്നത് സെക്ഷൻ 69 പ്രകാരമായിരിക്കും. വിധി പ്രഖ്യാപിക്കുന്ന അല്ലെങ്കിൽ അവാർഡ് പ്രഖ്യാപിക്കുന്ന സെക്ഷൻ 70 പ്രകാരമായിരിക്കും. കേസ് ഇവരുടെ മുൻപാകെ വന്ന് 1 വർഷത്തിനകമായിട്ട് വിധി പ്രഖ്യാപിക്കണം എന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, കേസ് ഇവരുടെ മുൻപാകെ വന്ന് 1 വർഷത്തിനകമായിട്ട് വിധി പ്രഖ്യാപിക്കും. The appeal fees to be paid by an application filed by registrar under section 85 of the KCS Act 1969 shall be. അപ്പൊ അപ്പീൽ ഫീസ് അല്ലെ, ഇപ്പൊ ഓർത്ത് വെച്ച സെക്ഷൻ 85. എന്താ സെക്ഷൻ 85 എന്ന് പറഞ്ഞാൽ? ആ റിവ്യൂ ആണ്. അപ്പൊ അവിടെ ഓൾറെഡി അതിന്റെ തനത് റൂളിൽ പറയുന്നുണ്ട് നോട്ട് നെസസറി എന്ന് പറഞ്ഞിട്ട്, അപ്പൊ അവിടെ നോ ഫീസ് എന്ന് ഓർത്ത് വെച്ചേക്കും കേട്ടോ. നോ ഫീസ് എന്ന് ഓർത്ത് വെച്ചേക്കുക. ഇവിടെ നോ ഫീസ് ആണ്, ഫീസ് കൊടുക്കണ്ട. പലരും ഡൗട്ട് ചോദിക്കുന്നു, സാറേ അത് അങ്ങനെയുണ്ടോ അങ്ങനെയുണ്ടോ, പക്ഷെ അവിടെ ഫീസ് ഇല്ല, നമ്മൾ ഓൾറെഡി പഠിപ്പിച്ചിട്ടുണ്ട്. അടുത്ത ഇലക്ഷൻ ഫീസ് ടു ബി റെമിറ്റഡ് ബൈ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ ഫോർ ദി ഇലക്ഷൻ ഓഫ് മാനേജിംഗ് കമ്മിറ്റി ഓഫ് ദ യൂണിയൻ ഷാൽ ബി. ഓപ്ഷൻ എയിൽ പറയുന്നു 10,000, ഓപ്ഷൻ ബിയിൽ പറഞ്ഞു 7,500, ഓപ്ഷൻ സിയിൽ പറഞ്ഞു 4,500, ഓപ്ഷൻ ഡിയിൽ പറഞ്ഞു നോ ഫീസ് കേട്ടോ. അപ്പൊ ഇലക്ഷൻ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയന്റെ ഇലക്ഷൻ മാനേജിംഗ് കമ്മിറ്റി ഇലക്ഷനുമായി ബന്ധപ്പെട്ട് 7,500 രൂപ അടയ്ക്കണം കേട്ടോ. 7,500 രൂപ അടയ്ക്കണം എന്നോർത്ത് വെച്ചേക്കും. ക്ലിയർ അല്ലേ? ഓക്കെ. അടുത്താണ്, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ റീസൺ ഫോർ വൈൻഡിങ് അപ്പ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി അണ്ടർ സെക്ഷൻ 71. അപ്പൊ വൈൻഡിങ് അപ്പിന്റെ കാരണമല്ലാത്തത് വൈൻഡിങ് അപ്പ് എന്ന് പറഞ്ഞാൽ സമാപ്തീകരണമാണ്. സംഘത്തിന്റെ വൈൻഡിങ് അപ്പ് ആണ്, സമാപ്തീകരണമാണ്. നമ്മൾ എപ്പോഴും പറയും രജിസ്ട്രേഷൻ ഒരു കുട്ടിയുടെ മരണമാണെങ്കിൽ വൈൻഡിങ് അപ്പ്, രജിസ്ട്രേഷൻ ഒരു കുട്ടിയുടെ ജനനമാണെങ്കിൽ വൈൻഡിങ് അപ്പ് ഒരു കുട്ടിയുടെ മരണമല്ല, ഒരു വ്യക്തിയുടെ മരണം അല്ലെ. സംഘം രജിസ്റ്റർ ചെയ്തു, കഥയായിട്ട് പഠിക്കുമ്പോൾ സംഘത്തിന്റെ രജിസ്ട്രേഷൻ ഒരു കുട്ടിയുടെ ജനനമാണ്, അതിങ്ങനെ പടർന്ന് പന്തലിച്ച് അവസാനം മരണം വരുന്നു. അതാണ് ലിക്വിഡേഷൻ അല്ലെങ്കിൽ വൈൻഡിങ് അപ്പ് എന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പൊ താഴെ പറഞ്ഞതിൽ വൈൻഡിങ് അപ്പിന്റെ കാരണം അല്ലാത്തത് ഏതെന്ന് നോക്കിയാലോ, ഓപ്ഷൻ എയിൽ പറയുന്നു ദ നമ്പർ ഓഫ് മെമ്പേഴ്സ് ഓഫ് ദ സൊസൈറ്റി ഫാൾസ് ബിലോ പ്രിസ്ക്രൈബ്ഡ് മിനിമം ലിമിറ്റ്. അതായത് ഒരു പ്രത്യേക നമ്പർ ഓഫ് മെമ്പേഴ്സ് ഓഫ് സൊസൈറ്റി ഫാൾസ് ബിലോ ദ പ്രിസ്ക്രൈബ്ഡ് മിനിമം ലിമിറ്റ്. അങ്ങനെ നമുക്കറിയാം ഒരു സംഘത്തില് മിനിമം 25 പേരെങ്കിലും വേണം, 25 പേരെങ്കിലും വേണം. ഏതെങ്കിലും സമയത്ത് ഇതൊരു 24 ആയി പോയെങ്കിലോ, 25 മെമ്പർ ഉണ്ട്, അത് 24 ആയി പോയെങ്കിൽ സംഘത്തെ വൈൻഡിങ് അപ്പ് ചെയ്യും. അപ്പൊ ഇതൊരു കാരണമാണ്.
അടുത്താണ് സൊസൈറ്റി വർക്കിംഗ് ഓൺ ലോസ് കണ്ടിന്യൂസ്ലി ഫോർ മോർ ദാൻ 6 years. 6 വർഷത്തിൽ കൂടുതലായി ഒരു സംഘം നഷ്ടത്തിലാണ് പോകുന്നതെങ്കിൽ രജിസ്ട്രാർ ഒരു കാരണവശാലും അവിടെ വൈൻഡിങ് അപ്പ് ഓർഡർ ഇഷ്യൂ ചെയ്യില്ല കേട്ടോ. വൈൻഡിങ് അപ്പ് ഓർഡർ ഇഷ്യൂ ചെയ്യില്ല. അപ്പൊ ഇതാണ് ആൻസർ വരിക കേട്ടോ, ബി ആണ്. ഇനിയും പറയാം സൊസൈറ്റി ഫേസ് ടു കമൻസ് ഇറ്റ്സ് ബിസിനസ് വിതിൻ 6 months ഫ്രം ദ ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ. സംഘം രജിസ്റ്റർ ചെയ്ത് 6 മാസത്തിനകമായിട്ട് അല്ലെ, സംഘം രജിസ്റ്റർ ചെയ്ത് 6 മാസത്തിനകമായിട്ട് സംഘത്തിന്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ സംഘത്തിനെ വൈൻഡിങ് അപ്പ് ചെയ്യും. രജിസ്ട്രാർ വൈൻഡിങ് അപ്പ് ഓർഡർ ഇഷ്യൂ ചെയ്യും. സെക്ഷൻ 71 പ്രകാരം RCS ആണ് വൈൻഡിങ് അപ്പ് ഓർഡർ ഇഷ്യൂ ചെയ്യുക. ഞാൻ പറയാണ്, നമ്പർ ഓഫ് ആക്ച്വൽ വർക്കേഴ്സ് ഫോൾസ് ബിലോ ദ പ്രിസ്ക്രൈബ്ഡ് മിനിമം ലിമിറ്റ് ഇൻ ദ കേസ് ഓഫ് എ സൊസൈറ്റി ഫോർമഡ് ഫോർ ദ വെൽഫെയർ ഓഫ് പർട്ടിക്കുലർ ഇൻഡസ്ട്രി ഓർ ഓക്യുപ്പേഷൻ. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഇൻഡസ്ട്രിയുടെ അല്ലെങ്കിൽ ഒക്യുപ്പേഷന്റെയോ അവിടെയുള്ള ആൾക്കാരുടെ ഉന്നമനത്തിന് വേണ്ടി രൂപീകരിച്ച സംഘത്തിൽ അവരുടെ ബൈലോ പ്രകാരം പറയും അടുത്ത നിശ്ചിത എണ്ണം അവിടുത്തെ ആക്ച്വൽ വർക്കേഴ്സ് ആകണമെന്ന് പറയും. ഇപ്പൊ ഏതെങ്കിലും സാഹചര്യത്തിൽ ആ ആക്ച്വൽ വർക്കേഴ്സ് ആ നിശ്ചിത എണ്ണത്തിൽ താഴെ പോകുമ്പോൾ എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കായിട്ട് വൈൻഡിങ് അപ്പ് ഓർഡർ ഇഷ്യൂ ചെയ്യും. ഇപ്പൊ ഇവിടെ ആൻസർ വന്നേക്കുന്നത് ഓപ്ഷൻ ബി ആണ് കേട്ടോ. നഷ്ടത്തിൽ പ്രവർത്തിച്ചു, 5-6 വർഷം നഷ്ടത്തിൽ പ്രവർത്തിച്ചു സംഘം വൈൻഡ് അപ്പ് ചെയ്തില്ല. അടുത്ത 60ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. എവരി ആപ്ലിക്കേഷൻ ഫോർ റിവ്യൂ അണ്ടർ സെക്ഷൻ 85 ഓഫ് ദ കേസസ് ആക്ട് ഷാൾ ബി ഇൻ ഡാഷ്. ഏതാണ് പറയുക? റിവ്യൂ അണ്ടർ സെക്ഷൻ 85 പ്രകാരമുള്ള റിവ്യൂ അത് ഏത് ഫോം നമ്പറിലാണ്? ഓപ്ഷൻ എയിൽ പറയുന്ന ഫോം നമ്പർ 15, ഓപ്ഷൻ ബി പറയുന്ന ഫോം നമ്പർ 16, ഓപ്ഷൻ സിയിൽ പറയുന്ന ഫോം നമ്പർ 17 ആൻഡ് ഓപ്ഷൻ ഡിയിൽ പറയുന്ന ഫോം നമ്പർ 18. അപ്പൊ ഫോം നമ്പർ 16 എന്ന് ഓർത്ത് വെച്ചു കേട്ടോ. 16 ഫോം നമ്പർ 16ലാണ് ഈ റിവ്യൂ കൊടുക്കുന്നത്. അപ്പം നമ്മൾ മനസ്സിലാക്കണം, പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസുകളെല്ലാം തന്നെ അവർ ചോദിച്ചു, പക്ഷെ സിമ്പിൾ ആയിരുന്നു. ഇതിനകത്ത് നിന്നൊന്നും ഒരു ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ ഇല്ല, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ എല്ലാം നമുക്ക് നേരിട്ട് നൽകിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. 15 മാർക്ക് ഞാൻ വീണ്ടും പറയുകയാണ്, നമുക്ക് മാർക്ക് നഷ്ടപ്പെടാത്ത ഏക മേഖല കോപ്പറേറ്റീവ് ആക്ട് ആൻഡ് റൂൾസ് ആണ്. കാരണം 110 സെക്ഷനും അതോടൊപ്പം തന്നെ 201 റൂളും പഠിച്ചാൽ അതിന് ഔട്ട് ഓഫ് സിലബസിൽ നിന്ന് ഒരു ചോദ്യമില്ല. ഇപ്പൊ 15 മാർക്കും നമുക്ക് മേടിക്കാം. ഇവിടെ ഞാൻ പറഞ്ഞു, ഇപ്പൊ കുട്ടികളൊക്കെ പറഞ്ഞു വളരെ സിമ്പിൾ പരീക്ഷയായിരുന്നു. എസ്പെഷ്യലി കോപ്പറേറ്റീവ് ലോ 15 കിട്ടണം, കിട്ടിയേ പറ്റൂ. ഓക്കെ, ഇപ്പം നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെയാണ് അതിൻ്റെ ക്ലാസ്സസ്. A-Z കാര്യമൊന്നും സ്കിപ്പ് അടിക്കാതെ. ഇപ്പോൾ പല സ്ഥാപനങ്ങളും നിങ്ങൾക്കറിയാം, കൂടുതൽ ആൾക്കാർ സ്കിപ്പ് അടിച്ച് ചില കാര്യങ്ങൾ എടുക്കത്തൊന്നുമില്ല, സ്കിപ്പ് അടിച്ചാണ് പോവുക. നമ്മൾ ഇവിടെ പ്രോപ്പറായിട്ട് A-Z കാര്യങ്ങൾ എങ്ങനെയാണോ നിയമം, എങ്ങനെയാണോ ചട്ടം അല്ലെ, എങ്ങനെയാണോ ആക്ട്, എങ്ങനെയാണോ റൂള്, അതുപോലെ തന്നെയാണ് ക്ലാസ്സസ് എടുത്തു തരിക. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ക്വസ്റ്റ്യൻസുകൾ, നമുക്കറിയാം മോഡൽ ക്വസ്റ്റ്യൻസുകൾ ചെയ്ത് കഴിഞ്ഞ് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഒരുപാട് തവണ ക്ലാസ്സുകളൊക്കെ ചർച്ച ചെയ്ത സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. അല്ല പ്രാധാന്യത്തിൽ പറഞ്ഞ കാര്യം, ഇപ്പോൾ ട്രിബ്യൂണിൻ്റെ കാര്യങ്ങളൊക്കെയാണ് നോക്കുമായിരുന്നു. സിമ്പിൾ കാര്യങ്ങളാണ് ചോദിച്ചത്. അപ്പോൾ ചിട്ടയോടെ പഠിച്ച് ചിട്ടയോടെ നമുക്ക് വിജയിക്കണം കേട്ടോ. പിന്നെ ഒരു അപ്ഡേറ്റ് കൊണ്ട് നിങ്ങളിലേക്ക് എത്തിക്കാനാണ് വന്നിട്ടുള്ളത്. നമ്മുടെ പരീക്ഷകൾ ഇപ്പോൾ CSEB ആയിക്കോട്ടെ, ഇപ്പോൾ ഉടനെ തന്നെ എത്രയും പെട്ടെന്ന് തന്നെ KS കാർഡ് ബാങ്ക് അസിസ്റ്റന്റും അതോടൊപ്പം തന്നെ ഖാദി അല്ലെ, ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസിലേക്കുള്ള JCAയുടെ ആ ഒരു നോട്ടിഫിക്കേഷൻ, കാരണം PSCയുടെ യോഗ തീരുമാനങ്ങളായി ഈ മാസം തന്നെയാണ് വരിക, അല്ലെങ്കിൽ അടുത്ത മാസം, ഈ മാസം അല്ലെങ്കിൽ അടുത്ത മാസം നമുക്ക് ഈ ഒരു എന്താ പറയുക 2 നോട്ടിഫിക്കേഷൻ, 2 വമ്പൻ നോട്ടിഫിക്കേഷൻ. കാരണം പൊതുവെ കുട്ടികൾ എപ്പോഴും ചോദിക്കുമായിരുന്നു, സാറേ കേരള ബാങ്കിന്റെ പരീക്ഷ കഴിഞ്ഞു, JCAയുടെ പരീക്ഷ കഴിഞ്ഞു, ഇനി ഏതാണ് കേരള PSC? അന്ന് ഞാൻ പറയും നമ്മൾ ഏറ്റവും ടോപ്പ് ലെവലിൽ വരുന്ന KS കാർഡ് ബാങ്കിന്റെ അസിസ്റ്റന്റ് പരീക്ഷ കിട്ടിക്കഴിഞ്ഞാൽ ഏറ്റവും സൂപ്പർ ആയിട്ടുള്ള സഹകരണ മേഖലയിൽ ഒരാൾക്ക് കിട്ടാൻ പറ്റുന്ന കേരള PSCയിലെ ഏറ്റവും നല്ല ജോലി KS കാർഡ് ബാങ്കാണ്. കാരണം അവിടെ നമുക്ക് വലിയ കഷ്ടപ്പാടുകളോ കാര്യങ്ങളോ ഒന്നുമില്ല, കസ്റ്റമർ ഡീലിങ്സ് ഒന്നുമില്ല അല്ലേ. ഇപ്പൊ കേരള ബാങ്കിലാകുമ്പോൾ കേരള ബാങ്കിന്റെ സൂപ്പർ തന്നെയാണ്, പക്ഷെ കേരള ബാങ്കിൽ നമുക്ക് കസ്റ്റമേഴ്സിനെ ഡീൽ ചെയ്യണമല്ലോ. ഇവിടെ കസ്റ്റമർ ഡീലിങ്സോ കാര്യങ്ങളൊന്നുമില്ല, കാർഡുകാരുടെ കാര്യങ്ങളൊക്കെ നോക്കി അവിടെ അങ്ങ് സെറ്റായിട്ടിരുന്നാൽ മതി. അപ്പം ഈ ഒരു അവസരം നമ്മൾ നഷ്ടപ്പെടുത്തരുത്. കഴിഞ്ഞ തവണയാണ് പോലും നോട്ടിഫിക്കേഷൻ സമയത്ത്, ഇപ്പം ഇനി കൂടുതൽ വരുന്ന ഒരു നെഗറ്റീവ് കൂടെ പറയാം. ആൾക്കാർ പറയും, അയ്യോ സാറേ അതിന് ആ നോട്ടിഫിക്കേഷൻ്റെ അകത്ത് അല്ലെങ്കിൽ എന്താണ് വേക്കൻസീസ് വളരെ കുറവായിരിക്കും. ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. കഴിഞ്ഞ തവണ 14 വേക്കൻസീസ് ആയിരുന്നു നോട്ടിഫിക്കേഷനിൽ അവർ കാണിച്ചതെങ്കിൽ ഏകദേശം 70 എബോവ് 74-75 ആൾക്കാർക്ക് അഡ്വൈസ് പോകുന്നുണ്ട്. 74 ആണെന്ന് തോന്നുന്നു നിലവിൽ, ഇപ്പോഴത്തെ ഇനിയും പോകാനുണ്ട്. അപ്പം ഇഷ്ടം പോലെ വേക്കൻസികളാണ് ഖാദി ആൻഡ് വില്ലേജിലായിക്കോട്ടെ അല്ലേ, ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസിലാണെങ്കിൽ നമുക്ക് അവിടെ എന്താണ് നോട്ടിഫിക്കേഷൻസ് പ്രതീക്ഷിക്കാം, അല്ലെങ്കിൽ അവിടുത്തെ വേക്കൻസീസ് പ്രതീക്ഷിക്കാം. അപ്പൊ ചിട്ടയോടെ ഇതിനെല്ലാത്തിനും കൂടെ നമുക്ക് ഒറ്റ കോഴ്സ് പഠിച്ചാലോ അത് ഏറ്റവും നല്ലത്. ഒന്നെങ്കിൽ CSEB കിട്ടണം, അല്ലെങ്കിൽ ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കിട്ടണം, അല്ലെങ്കിൽ KS കാർഡ് കിട്ടണം അല്ലേ. 3 കൂടെ ഒരുമിച്ചൊക്കെ പഠിക്കാൻ വലിയ പ്രശ്നമില്ലല്ലോ. അപ്പൊ നമ്മൾ 3 കൂടെ എന്താണ് നമുക്ക് ഒറ്റ കോഴ്സിൽ കൊടുക്കുക അല്ലേ. 3 പരീക്ഷകൾക്ക് പഠിക്കാം. ഒറ്റ കോഴ്സിൽ മെന്റർഷിപ്പ് അസിസ്റ്റൻസ് ഉണ്ടായിരിക്കും. നിങ്ങളെ സഹായിക്കാൻ വേണ്ടി ഒരു മെന്റർ അവൈലബിൾ ആണ്. അതോടൊപ്പം തന്നെ സ്റ്റഡി മെറ്റീരിയൽ നമ്മൾ PDF ആയിട്ട് കൊടുക്കും. സ്റ്റുഡിയോ റെക്കോർഡഡ് പ്ലസ് ലൈവ് ക്ലാസ്സസ്, കംപ്ലീറ്റ് സിലബസ് നമ്മൾ റെക്കോർഡ് ചെയ്ത് ഇൻ ആപ്പിലുണ്ട്. ആപ്പ് ത്രൂ ആയിരിക്കും നിങ്ങൾക്ക് ക്ലാസ്സസ് വരിക. അതോടൊപ്പം തന്നെ എന്താണ് അതിന്റെ ലൈവ് ക്ലാസ്സസ്
ഈ റെക്കോർഡ് ക്ലാസ്സിൻ്റെ ലൈവ് ക്ലാസ്സസ്, മോഡൽ എക്സാംസുകൾ, ഓക്കെ. ഇപ്പം എല്ലാ രീതിയിലും നിങ്ങൾക്ക് സക്സസ് ആകാൻ പറ്റുന്ന ആ ഒരു രീതിയിലാണ് നമ്മളിവിടെ കോഴ്സസ് എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇപ്പോൾ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി 9072750559 അല്ലെങ്കിൽ 9778285055 കോൺടാക്ട് ചെയ്യുക. അല്ലെങ്കിൽ ഗൂഗിൾ ഫോംസ് നമ്മൾ അവിടെ നൽകുന്നുണ്ട്, അതിൽ കൂടെയും നമുക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഏതെങ്കിലും ഒരു പരീക്ഷയിൽ കേട്ടോ, അവസരങ്ങളുണ്ട്, ഇനി ഒരുപാട് അവസരങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. ഇപ്പം എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യണം, സക്സസ് ആകണം. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, നമ്മുടെ കോഴ്സസിലൊക്കെ ജോയിൻ ചെയ്യുക. കൂടുതൽ കാര്യങ്ങൾക്ക് നിങ്ങൾ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. നമ്മുടെ ടീം നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു.